ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ആണ് നോക്കുന്നത്, നിങ്ങളുടെ എനർജിയും നോക്കുന്നു. കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിങ് അറിയാലോ, ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരടായി വരുന്ന റീഡിംഗ് ആണ്. നയൻ ഓഫ് കപ്സ്, നയൻ ഓഫ് പെന്റക്കിൾ, ജഡ്ജ്മെന്റ്, നയൻ ഓഫ് വാണ്ട്സ്, സിക്സ് ഓഫ് വാണ്ട്സ്. ഇവിടെ 9ന്റെ എനർജിയാണ് കൂടുതൽ കാണിക്കുന്നത് കേട്ടോ. ഫോർ ഓഫ് സോർഡ്സ്, പേജ് ഓഫ് വാണ്ട്സ്, ത്രീ ഓഫ് കപ്സ്. ഒരു കാർഡ് കൂടി എടുക്കാം. സെവൻ ഓഫ് കപ്സ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകളെ കാണിച്ചു തരുന്നുണ്ട്. യൂണിവേഴ്സ് അവരിലേക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നാണ് കാർഡ്സിൽ പറയുന്നത്. ആദ്യത്തെ കാർഡ് കണ്ടോ, നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നയൻ ഓഫ് കപ്സ് കാർഡ് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നു എന്നാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഡ്രീംസ് സാധ്യമാകാൻ പോകുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുന്ന അബണ്ടൻസിനെയാണ് കാർഡ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർക്ക് ഈ റീഡിങ് കാണുന്ന നിമിഷം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാകും തന്നെയാണ് കാർഡ്സ് പറയുന്നത്. 9ന്റെ എനർജിയാണ്. 9 ഓഫ് വാണ്ട്സ്, 9 ഓഫ് കപ്സ്, 9 ഓഫ് പെന്റക്കിൾ. നിങ്ങളിലേക്ക് വരുന്ന യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. 9 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ്. യൂണിവേഴ്സ് ഗിഫ്റ്റാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം, നിങ്ങൾ ആഗ്രഹിച്ച പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ വഴിക്ക് വരുന്നു എന്ന് പറയില്ലേ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് അഫർമേഷൻ ചെയ്യുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് സാധ്യമാകുന്നു എന്ന് തന്നെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. 9 ഓഫ് പെന്റക്കിൾ. സെക്കൻഡ് കാർഡും 9ന്റെ എനർജിയാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള എബഡൻസ് നിങ്ങളിലേക്ക് വരുന്നു. പേഴ്സണൽ അച്ചീവ്മെന്റിനെയാണ് കാർഡ് പറയുന്നത്. നിങ്ങൾ നേടാൻ പോവുകയാണ്. നിങ്ങളുടെ ഇന്നർ പീസിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. സെലിബ്രേഷനെയാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം, ഇവിടെ പെന്റക്കിൾ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യത്തെയും കാണിക്കുന്നുണ്ട്. ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു എനർജി, പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരികയാണ്. സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തെയും കരുതാം. കൂടാതെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരാഗ്രഹം സാധ്യമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് 9 ഓഫ് പെന്റക്കിൾ പറയുന്നത്. നിങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? പ്രപഞ്ചത്തെ വിശ്വസിക്കുക എന്ന് തന്നെയാണ് ഈ കാർഡും പറയുന്നത്. നിങ്ങൾക്ക് നീതി കിട്ടുകയാണ്. ജഡ്ജ്മെന്റ് ആണ് കാർഡ് കിട്ടിയിട്ടുള്ളത്. സെൽഫ് റിയലൈസേഷനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുള്ള മാറ്റത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. അണ്ടർസ്റ്റാൻഡിങ്, കുറേ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് അവർക്ക്. സ്പിരിച്വൽ അവേക്കനിങ് ആണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ടെന്ന് കാർഡ്സ് പറയുന്നു. ഇവിടെ അവർ തിരിച്ചറിയുന്നത് നിങ്ങളാണ് ശരിയെന്നാണ്. കുറച്ച് സത്യങ്ങൾ അവർ അറിയുന്നുണ്ട്. അത് തന്നെയാണ് ജഡ്ജ്മെന്റ് കാർഡിലും പറയുന്നത്. നിങ്ങളാണ് പോസിറ്റീവ് എനർജി, നിങ്ങളാണ് സോൾ ഷൈൻ എന്നവർ തിരിച്ചറിയാണ്. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അവരുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെന്ന് തന്നെയാണ് വരും കാർഡ്സിൽ പറയുന്നത്. ആ തെറ്റുകൾ തിരുത്താൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ തയ്യാറാകുന്നത്. നീതി തരാനാണ് തയ്യാറാകുന്നത്. ആരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്? അവരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇവിടെ തിരിച്ചറിവെന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ച ശക്തിയായിട്ട് തന്നെ അവരിലേക്ക് എത്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലാക്കി കൊടുക്കലാണ് ഈ ഒരു ഗ്യാപ്പിൽ, ഈ ഒരു നോ കോണ്ടാക്റ്റിൽ, ഈ ഒരു സെപ്പറേഷനിൽ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ 6 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. അവരെടുക്കാൻ പോകുന്ന ആക്ഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. വാണ്ട് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യത്തെ. ഇവിടെ 6ന്റെ എനർജി എന്ന് പറയുമ്പോൾ അവർ എടുക്കുന്ന ഡിസിഷനെയാണ് കാർഡ് പറയുന്നത്. നിങ്ങളിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഒരു ഇൻഫ്ലുവൻസറെയാണ് കാണിച്ചു തരുന്നത്. അവരുടെ ലൈഫിൽ അവർ ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് പറയുന്നു. ഇൻസ്പയറിങ് അതേഴ്സ്, മറ്റുള്ളവർക്ക് ഇവര് ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നു. അതവരുടെ കരിയറാകാം, അവരുടെ സ്വഭാവമാകാം, അവരെന്ന വ്യക്തിയെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്, നിങ്ങളിലേക്കാണ് അവരിപ്പോൾ ആകർഷിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളിലേക്ക് ആകർഷിക്കുക? നിങ്ങൾ മെഡിറ്റേഷൻ, മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രെയർ തന്നെയാണ് നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വന്നിട്ടുള്ളത്. ആ എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഒത്തിരി പേര് അവരെ ഫോളോ ചെയ്യുന്നുണ്ട്, അവര് ഇൻഫ്ലുവൻസറാണ്. എന്നാൽ ഇന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ അവർ ഫോളോ ചെയ്യുന്നു, മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു ബന്ധത്തിൽ സക്സസ് എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് കുറേ കാര്യങ്ങൾ അവരിൽ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആക്ഷൻ എടുക്കുന്ന പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. പൂർണ്ണമായിട്ടും യൂണിവേഴ്സിൽ വിശ്വസിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. നയൻ ഓഫ് വാൻഡ്സ്, വീണ്ടും 9ന്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ഉറച്ച നിലപാടോടുകൂടി, ഡിറ്റർമിനേഷനോടുകൂടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു. ഇവിടെ ഫൈനൽ പുഷിനെയാണ് കാണിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. 9 വാൻഡ്സ് ഉണ്ട്. എങ്കിൽ നിങ്ങൾ എന്ന വാണ്ടിനെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത് എന്ന് കാർഡ് പറയുന്നു. അവർ ഫേസ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, ഡിഫിക്കൽട്ടീസിനെ കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഓൾഡ് സ്റ്റോറിയാണ് പറയുന്നത്. നിങ്ങളുമൊത്തുള്ള നല്ല നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുന്നു. നിങ്ങളിലാണ് അവരൊരു പോസിറ്റീവ് എനർജി കണ്ടിട്ടുള്ളത് എന്നവർ തിരിച്ചറിയുന്നു. നിങ്ങളിലേക്ക് വരുമ്പോൾ എക്സൈറ്റ്മെന്റ് ആണ് കാർഡ് പറയുന്നത്. ഇന്ന് അവരെ തന്നെ ട്രസ്റ്റ് ചെയ്യാണ്. പാസ്റ്റിൽ നിങ്ങളെ വിശ്വസിച്ചിരുന്നില്ല എന്ന് പറയുന്നു. അത് മറ്റുള്ളവരുടെ ഇടപെടൽ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിരിക്കണം. ഇന്ന് നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട്, നിങ്ങളുടെ സത്യസന്ധത മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് എങ്ങനെ എത്താമെന്ന് തന്നെയാണ് അവർ പദ്ധതിയിടുന്നത്. നിങ്ങളെ തന്നെയാണ് അവരുടെ ലൈഫിലേക്ക് വേണ്ടത്, ഫ്യൂച്ചറിലേക്ക് വേണ്ടതെന്ന് അവർ തിരിച്ചറിയാണ്. നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുള്ള തെറ്റുകളെ അവർ ഓർത്തെടുക്കുന്നുണ്ട്. എക്സൈറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സ്വീകരിക്കുക അത് അറിയില്ല അവർക്ക്. അവർ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർ തിരിച്ചറിയാണ്. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കിട്ടുന്നത്. 4 ഓഫ് സ്വാർഡ്സ് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. ഇന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നത് അവർക്ക് റെസ്റ്റ് വേണമെന്നാണ്. കഴിഞ്ഞ കാർഡിൽ പറഞ്ഞു അവർ ഇൻഫ്ലുവൻസർ ആണെന്ന്. അവരുടെ കരിയറിൽ അവർ ഓടി ഓടി തിരക്ക് പിടിച്ചൊരു ലൈഫാണ് അവരുടെ. ഓടി ഓടി തളർന്നു പോയി, മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് എ ടൈം ഓഫ് ഡീപ്പ് റെസ്റ്റ് എന്നാണ്. റെസ്റ്റ് വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അവർക്ക് അവരുടേതായ നിമിഷങ്ങൾ, നിങ്ങളുമായിട്ടുള്ള നിമിഷങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയം സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലവ് ചെയ്താൽ മാത്രമേ അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. സ്വയം സ്നേഹിക്കപ്പെടണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സ് മാറുള്ളൂ. നിങ്ങൾ ചെയ്യുന്നതും അവർ ചെയ്യുന്നതും ഒരേ പ്രവൃത്തി തന്നെയാണ്, സെൽഫ് ലവ് ആണ് ചെയ്യുന്നത്. ഇവിടെ യൂണിവേഴ്സ് കുറെ തിരിച്ചറിവുകൾ അവരിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവർ ഹീലാകുന്നുണ്ട്. ഹീലാവുക എന്ന് പറഞ്ഞാൽ അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾ അവർ തിരിച്ചറിയുന്നു. യൂണിവേഴ്സിൽ അവർ വിശ്വസിക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് അവർ സോറി പറയുന്നുണ്ട്. അവർ ചെയ്തിട്ടുള്ള തെറ്റെന്തെന്ന് മനസ്സിലാകുന്നുണ്ട്. അവർ തനിച്ചാണ് എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ഇവിടെ പേജ് ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. നിങ്ങളിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളിലേക്കാണ് അവർ ആക്ഷൻ എടുക്കുന്നത്. ഇന്ന് ഒരുപാട് ഐഡിയാസ് അവർ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ തിരിച്ചറിയുമ്പോൾ
ന്യൂലി ഫൗണ്ടഡ് ഇൻസ്പിരേഷൻ എന്നാണ് കാർഡ് പറയുന്നത്. ഇന്ന് അവരുടെ കരിയറിനൊപ്പം തന്നെ വലത് കൈയിൽ ആയുധമാണ്, ഇടത് കൈയിൽ നിങ്ങളിലേക്കുള്ള ലൈറ്റിനെയാണ് കാണിക്കുന്നത്. ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാർഡ് പറയുന്നു. നിങ്ങളാണ് അവർക്ക് ഒരു സ്പാർക്കായിട്ട് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് പേര് അവരുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടാവാം, അവർക്ക് ചുറ്റുമുള്ള എനർജീസ് ഉണ്ടാവാം. എന്തെന്നറിയില്ല, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് ഇവിടെ ഒരു സ്പാർക്ക് ഫീൽ ചെയ്യുന്നത്, ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന എനർജി തന്നെയാണ് ആക്ഷൻ എടുക്കുന്നു എന്നാണ് കാർഡ് പറയുന്നത്. ഈസ് എ ഡ്രീമർ, അവർ അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തുകയാണ്, നിങ്ങളെന്ന സ്വപ്നത്തിലേക്ക് എത്തുകയാണ്, യാഥാർത്ഥ്യമാവാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ എനർജി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് ഒരു ചെറിയ ഗെറ്റ് ടുഗദർ, ചെറിയൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്നു എന്നാണ്. 3ൻ്റെ എനർജിയാണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ 3 days എന്നാണ് കാർഡ് പറയുന്നത്. ഒന്നുകിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വരാൻ പോകുന്നൊരു കാര്യത്തെയാണ്. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്ന ഒരു സമയത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. നിങ്ങൾക്കുള്ള റീഡിംഗ് ആണെങ്കിൽ സ്വീകരിക്കാം. ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ എനർജി. എന്താണ് 7 ഓഫ് കപ്സിൻ്റെ എനർജി? അവരിലെ ഇമോഷനെയാണ് കാണിക്കുന്നത്, അവരിലെ ഫീലിങ്സിനെയാണ് കാണിക്കുന്നത്, അവർ ചെയ്തിട്ടുള്ള തെറ്റിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളും അവരും പാസ്റ്റിൽ ഒന്നാകുന്ന സമയത്ത് അവരുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ അവർ ഒരു ഓപ്ഷനായിട്ടാണ് കണ്ടിരുന്നത്. അവർക്ക് 7 കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ ഒന്ന് മാത്രമാണ് നിങ്ങൾ എന്ന് അവർ ഇപ്പോൾ ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ പേഴ്സണെ കണ്ടിരുന്നത്. ഞാൻ ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഒരു ഫാൻറ്റസിയിലൂടെയാണ് ഞാൻ പോയിട്ടുള്ളത്. ഞാൻ എൻ്റെ പേഴ്സണെ ഇന്ന് മനസ്സിലാക്കുന്നു, അവരിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിഷ്ഫുൾ തിങ്കിങ് എന്നാണ് കാർഡ് പറയുന്നത്. അവരുടെ ലൈഫിൽ ഒരു ഓപ്ഷൻ, ചോയ്സ് മാത്രമായിരുന്നു നിങ്ങൾ. ഇന്ന് അവരുടെ ലൈഫിൻ്റെ ഭാഗമാണ് എന്നവർ തിരിച്ചറിയുന്ന നിമിഷത്തെ, അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾ തിരുത്താനായിട്ട് ആഗ്രഹിക്കുന്ന നിമിഷത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്വപ്നങ്ങളിൽ നിങ്ങളുണ്ട്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്, ആ കാര്യങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അവർ ചെയ്ത തെറ്റ് തന്നെയാണ് അവരിലേക്ക് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് തന്നെയാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യാം, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നമുക്ക് ഓറക്കിൾ ഡെക്ക് എടുക്കാം. ഒരു കാർഡ് വീണിട്ടുണ്ട്, അത് നമുക്കൊന്നും കൂടി ഷഫിൾ ചെയ്യാം. ലുക്കിംഗ് ബാക്ക്. അട്രാക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിലേക്ക് അവർ അട്രാക്ഷൻ വരുന്നുണ്ട്. നിങ്ങളെയാണ് അവർ പോസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ട് കാണുന്നത്. ഗ്രേസ്ഫുൾ ഡാൻസ്. എംബ്രേസ് ചേഞ്ച്. ലവ്സ് വിങ്സ്. എൻചാന്റഡ് വിസ്പർ. പവർ പ്ലേ. ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ലുക്കിംഗ് ബാക്ക് എന്നാണ്. മിസ്സിംഗ് ദി മൊമെന്റ്സ് യു ഷെയർ ടുഗദർ. നിങ്ങൾ ഒരുമിച്ച് പങ്കിട്ടിട്ടുള്ള നിമിഷങ്ങൾ നഷ്ടമായി എന്നവർ പറയുകയാണ്. നിങ്ങളെ മിസ് ചെയ്യാണ് അവർക്ക്. നൊസ്റ്റാൾജിക് റിഫ്ലക്ഷൻ എന്നാണ് കാർഡ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളെ ഓർത്തെടുക്കുന്നു എന്ന് തന്നെയാണ് ഒറക്കിൾ ഡെക്ക് പറയുന്നത്. അട്രാക്ഷൻ. ഹാവിങ് ഗ്രേറ്റ് കെമിസ്ട്രി ഓർ ഏബിൾ ടു മാനിഫെസ്റ്റ് ലവ്. മികച്ച കെമിസ്ട്രി ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുക എന്നാണ് കാർഡ് പറയുന്നത്.
നിങ്ങളുമായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് സ്നേഹം കൈമാറാനായിട്ട് തയ്യാറാകുന്നു. നിങ്ങളിലേക്ക് അട്രാക്ഷനാണ് തോന്നുന്നേ. ഡിസയേഴ്സ് പവർ അലോ. പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം, തിരിച്ചറിവ് വന്നുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. ഗ്രേസ്ഫുൾ ഡാൻസ്, ലിഫ്റ്റ് ഈച്ച് അതർ ഡ്യൂറിങ് ബോത്ത് ഹൈ ആൻഡ് ലോ ടൈംസ്. ഉയർന്ന സമയത്തും താഴ്ന്ന സമയത്തും ഒരുമിച്ചുണ്ടായിരിക്കുക അല്ലെങ്കിൽ ഉയർത്തുക എന്നാണ് കാർഡ് പറയുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഉയർച്ച താഴ്ചകൾ നിങ്ങളിലേക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മളുടെ ഉയർച്ചയിൽ മാത്രമല്ല കൂടെ നിൽക്കേണ്ടത്, താഴ്ചയിലും കൂടെ നിൽക്കണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ പറയാൻ പോകുന്നൊരു കാര്യമാണ്. നിങ്ങൾ എന്നിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ അത്രയ്ക്ക് ഞാൻ ഉണ്ടായിരുന്നില്ല. എല്ലാം കൊണ്ടും പല കാര്യങ്ങളിൽ നമ്മൾ അന്തരണ്ടായിരുന്നു. എന്നാൽ ഇനി അത് പാടില്ല. ഉയർച്ച താഴ്ചകളിൽ ഒരുമിച്ച് നിൽക്കണം. അങ്ങനെയെങ്കിൽ മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ. ഇൻസ്പയർ, ഹോൾഡ് ഫുട്ടിംഗ്. എംബ്രേസ് ചേഞ്ച്. ട്രൂ ചലഞ്ചസ്, ട്രൂ കണക്ഷൻസ് ക്യാൻ ഫ്ലോറിഷ്. വെല്ലുവിളികളിലൂടെയാണ് യഥാർത്ഥ ബന്ധം പൂർണ്ണമാകാൻ പോകുന്നത് അല്ലെങ്കിൽ തഴച്ചു വളരാൻ പോകുന്നതെന്ന് കാർഡ്സ് പറയാണ്. അപ്പോൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള ചലഞ്ചസ് തന്നെയാണ്, ഈ ഗ്യാപ്പ് തന്നെയാണ്, വെല്ലുവിളികൾ തന്നെയാണ് ഇവിടെ ബന്ധത്തെ ഉയർത്തുന്നത്. ഈ ഒരു സെപ്പറേഷൻ തന്നെയാണ് നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുന്നത്. യഥാർത്ഥ ബന്ധം ഇതാണെന്ന് അവർ തിരിച്ചറിയുന്നത്. ജേർണി, ഗ്രോത്ത്, ഷിഫ്റ്റ്. യാത്രകൾക്ക് സമയമായി. നിങ്ങൾ ഒരുമിച്ചുള്ള യാത്രകൾ അവർ ഓർത്തെടുക്കുന്നു. നിങ്ങളുമായിട്ട് പങ്കിട്ടിട്ടുള്ള നിമിഷങ്ങൾ അവരെ ഓർത്തെടുക്കുന്നു. ലവ്സ് വിങ്സ്. പുട്ട് aside difference and so to the next level. വ്യത്യാസങ്ങൾ മാറ്റിവെച്ചിട്ട് അടുത്ത തലത്തിലേക്ക് ഉയരാൻ തന്നെ യൂണിവേഴ്സ് പറയാണ്, ഏഞ്ചൽസ് പറയാണ്. നിങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് യൂണിവേഴ്സും പറയുന്നത്. തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്. ഡിവൈൻ ഡിവോഷൻ അസെൻഡ്. അപ്പോൾ ഇനി നിങ്ങളിലേക്ക് ആ ഒരു ബന്ധമെന്ന് പറയുന്നത് പൂർണ്ണതയിലെത്താൻ പോവുകയാണ്. ഡിവൈൻ തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ട്. എൻചാൻറ്റഡ് വിസ്പർ. ലിസൺ ടു യുവർ ഹേർട്ട് ആൻഡ് ടേക്ക് എ ചാൻസ് ഓൺ ലവ്. നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേട്ടിട്ടെ പ്രണയത്തിലൊരു അവസരം കൊടുക്കാൻ പറയുകയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവറോടാണ് പറയുന്നത്, നിങ്ങൾ ഒരു അവസരം അവർക്ക് കൊടുക്കുക. നിങ്ങൾ അവസരം കൊടുത്താലാണ് അവർ മാറിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുക. മാറ്റം വന്നുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ വരുന്നത്. ഇവിടെ വണ്ടർ, ഡ്രീംസ്, പ്രോമിസ്. അപ്പോൾ ആശ്ചര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്തുകയാണ്. പവർ പ്ലേ. വാണ്ടിങ് ടു ഡോമിനേറ്റ് ഓർ കൺട്രോൾ ദ റിലേഷൻഷിപ്പ്. ഈ ഒരു ബന്ധത്തിലെ ആധിപത്യം അല്ലെങ്കിൽ നിയന്ത്രണം സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഫൈനൽ കാർഡ് പറയുന്നത്. നോക്കൂ, ഇൻസെക്യൂരിറ്റി, ഇൻഫ്ലുവൻസ്. അവർക്ക് നിങ്ങളിലേക്ക് സ്വാധീനം ചെലുത്താൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് തന്നെയാണ് അവർ തിരിച്ചറിയുന്നത്. ഈ റീഡിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, ഇല്ല വെച്ച് കഴിഞ്ഞാൽ വിട്ടുകളയാം. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം റീഡിങ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങളിലേക്ക് ഓരോരോ കാര്യങ്ങൾ സാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി കൂടി ഇവിടെ ഉണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കാർഡ് എടുത്ത് പറഞ്ഞു തരുന്നതാണ്. എല്ലാവരും ഒരേ എനർജിയല്ല. അത് എപ്പോഴും പറയുന്നതാണ്. നമ്മൾ കാർഡ് എടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട് തന്നെയാണ് കാർഡ് എടുക്കുന്നത്. ആ കാർഡിലൂടെ കാണുന്ന കാര്യങ്ങൾ ഇതുവരെയും സത്യസന്ധമായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ചെയ്തിട്ടുള്ളവർക്ക്, ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുള്ളവർക്ക് 90%, 10% മാറ്റി നിർത്താം, ആളുകൾക്കും കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാനെന്ന റീഡറുടെ കഴിവോ ഒന്നല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവിടെ നിങ്ങളിലേക്ക് സാധ്യമാക്കുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തും, ഉറപ്പാണ്.
ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. പേഴ്സണൽ റീഡിംഗ് അങ്ങനെയല്ല. നിങ്ങളുടെ എനർജിയാണ് കിട്ടുക, കറക്റ്റായിട്ട് നിങ്ങളുടെ എനർജിയാണ് കിട്ടുക. അപ്പോൾ ഞാൻ റീഡിംഗ് നിർത്തട്ടെ? റീഡിംഗ് ഞാൻ നിർത്തുകയാണ്. റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റായിട്ട് റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.